അക്കൗണ്ടിംഗ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന VSG's അക്കൗണ്ടിംഗ് സിംപ്ലിഫൈഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 24ാമത്തെ സെഷനാണ്. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഒഴിവാക്കാൻ കഴിയാത്ത ചില ടേംസ് ഉണ്ട്. അക്കൗണ്ടിങ്ങിൽ പ്രോസസ്സിങ്ങിൽ ആ ടേംസ് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ടേംസിനെ, പ്രധാനപ്പെട്ട ചില ടേംസിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ആദ്യത്തത് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ടേമാണ്. ഡിസ്കൗണ്ട് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ടേമാണത്, സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന ടേമുമാണ്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു പോവാം. ഇറ്റ് ഈസ് ദ റിബേറ്റ് ഓർ ആൻ അലവൻസ് ഗിവൺ ബൈ ദ സെല്ലർ ടു ദ ബയർ എന്നാണ് ഡിസ്കൗണ്ട് ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം. അപ്പോൾ സെല്ലർ ബയ്യർക്ക് അനുവദിക്കുന്ന ഒരു റിബേറ്റിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ട്. അറ്റ് ദ ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സെല്ലർ അനുവദിക്കുന്ന ഒരു ഡിഡക്ഷൻ. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ട്, മറ്റൊന്ന് ട്രേഡ് ഡിസ്കൗണ്ട്. അതിൽ ട്രേഡ് ഡിസ്കൗണ്ട് പറയുകയാണെങ്കിൽ പർച്ചേസിൻ്റെ സമയത്ത് തന്നെ, ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ക്യാഷ് മെമ്മോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോഡക്റ്റിന്മേൽ, ആ ഇൻവോയ്സ് പ്രൈസിന്മേൽ അപ്പോൾ തന്നെ എന്തെങ്കിലും ഡിഡക്ഷൻ അനുവദിക്കുകയാണെങ്കിൽ സെല്ലർ, അത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയും. ഈ ട്രേഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അക്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഈ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ടാണ്. അതുകൊണ്ട് ഗ്രോസ് വാല്യൂ ഓഫ് ഗുഡ്സിൽ കുറവ് വരുന്നതിനുണ്ട് ഇത് അക്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത് രണ്ടായിട്ടാണ് ഉപയോഗിക്കാറ് അക്കൗണ്ടിങ്ങിൽ. ഇപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് പേയ്മെൻറ്റ് മാറ്റി വയ്ക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ, ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് ഉടനെ നടക്കുന്നില്ല, അത് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കും. ഈ സമയത്തിൻ്റെ പീരീഡ്, അതായത് ക്യാഷ് കിട്ടേണ്ട സമയപരിധി കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു അഡ്വാൻറ്റേജാണ് ഈ ക്യാഷ് ഡിസ്കൗണ്ട്. എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് ഇത്ര പീരീഡിനുള്ളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2% ഡിസ്കൗണ്ട് തന്നേക്കാം എന്ന് പറഞ്ഞാൽ, ആ 2% എത്രയാണോ അനുവദിക്കുന്നത് ആ പെർസെൻറ്റേജ് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കാം. ഈ ക്യാഷ് ഡിസ്കൗണ്ട് അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുത്തണം. കാരണം സെയിൽ നടക്കുമ്പോൾ നമ്മൾ അക്കൗണ്ട് ചെയ്യും. സെയിൽ നടക്കുമ്പോൾ ക്രെഡിറ്റ് സെയിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ഡെറ്റർ ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ ഡെറ്റർ എന്നുള്ളത് നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടാവാം. ആർക്കാണ് വിറ്റത് എന്നുള്ള ആളിൻ്റെ പേര് എഴുതി അക്കൗണ്ട് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് ആ എമൗണ്ടിന്മേലാണ് ഡിസ്കൗണ്ട് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് അത് അക്കൗണ്ട് ചെയ്യണം. അപ്പോൾ എത്രയാണോ കുറവുള്ളത് അത് കുറച്ച്, അതായത് ഡിസ്കൗണ്ടായിട്ട് അക്കൗണ്ട് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വിറ്റ എമൗണ്ടും വാങ്ങിയ എമൗണ്ടും തമ്മിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള ഡിസ്കൗണ്ട്. ഇനി അടുത്ത ടേം ഞാൻ പറയാൻ പോകുന്നത് ബാഡ് ഡെറ്റ്സ് ആണ്. ചില എമൗണ്ട് ഇറക്കവർ ഫ്രം ദ ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിയില്ല എന്ന് വരുന്ന എമൗണ്ടിനെയാണ് ബാഡ് ഡെറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഡെറ്റേഴ്സ്, അതായത് നമുക്ക് പൈസ കടം കൊടുത്തിട്ട്, അതായത് ഗുഡ്സ് കടം കൊടുത്തിട്ട് തരാമെന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ തരാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ തരാൻ കഴിയാത്തൊരവസ്ഥ വരാം. ആൾ മരിച്ചു പോകാം, അല്ലെങ്കിൽ അയാൾ ഇൻസോൾവൻ്റ് ആവാം. പല പല കാരണങ്ങൾ കൊണ്ട് കിട്ടില്ല എന്ന് ഉറപ്പുള്ള എമൗണ്ടുകളെ നമ്മൾ ബാഡ് ഡെറ്റ്സിൻ്റെ ഗ്രൂപ്പിൽ പെടുത്തിയിട്ട് അത് അക്കൗണ്ടിങ്ങിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അത് ലോസ് ആയതുകൊണ്ട്. അപ്പോൾ അതാണ് ബാഡ് ഡെറ്റ്സ്. ഇനി അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഇൻസോൾവെൻ്റ്. ആരാണ് ഇൻസോൾവെൻ്റ് എന്ന് ചോദിച്ചാൽ, എ പേഴ്സൺ ഓർ ആൻ എൻ്റർപ്രൈസ്
which is not in a position to pay its debts is called an insolvent എന്ന് പറയും. ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യക്തി അയാളുടെ കടം അയാൾക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ കടം കൊടുത്തു തീർക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ അതാണ് ഇൻസോൾവെൻ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കേണ്ടത് സ്വയമല്ല, അത് കോർട്ടാണ്. ഒരുപാട് പ്രൊസീഡിങ്സിൽ കൂടെ പോയിട്ട് കോർട്ട് ആണ് ഡിക്ലെയർ ചെയ്യേണ്ടത് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരാൾ ഇൻസോൾവൻ്റ് എന്ന്. അപ്പോൾ സോൾവൻ്റ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചായിരിക്കാം. പേ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, ഡെറ്റ്സ് ഉണ്ടായി അത് പേ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ആ ആളെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ സോൾവൻ്റ് എന്ന് വിളിക്കാം. അടുത്തത് ടേൺ ഓവർ. ഈ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്, സെയിൽസ് ആണോ എന്ന് തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേക പീരീഡിലെ സെയിൽസിനെ ഒരുമിച്ച് പറയുമ്പോഴാണ് ടേൺ ഓവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഒരു വർഷത്തെ സെയിൽ നമ്മൾ എടുക്കുമ്പോൾ ടേൺ ഓവർ ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ഫോർ ദ ഇയർ എന്ന് പറയാം. ഒരു വർഷത്തെ സെയിലിനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പീരീഡിലേക്കുള്ള സെയിലിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ടേൺ ഓവർ. ദെൻ ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അക്കൗണ്ടിങ്ങിലുണ്ട്. ഒഴിവാക്കാൻ പറ്റാത്തൊരു കോൺസെപ്റ്റാണ് അത്. ദ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ദ ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയാം. ഒരു ട്രാൻസാക്ഷനിലുള്ള രണ്ട് ആസ്പെക്റ്റുകളെ, അതായത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. അപ്പോൾ ഇതാണ്, ഈ പ്രിൻസിപ്പിളാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു ബേസായി വരുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും ടാലി ആവുന്നതും ഈ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ ടാലി ആവുന്നതും ഈ ഡ്യുവൽ ആസ്പെക്റ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് നമുക്കറിയാം. അപ്പോൾ ഇത് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇനി കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം അല്ലെങ്കിൽ കൺസർവേറ്റിസം അല്ലെങ്കിൽ കൺസർവേഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന് പറയാം. ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ കൺവെൻഷൻ പ്രകാരം എല്ലാ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ലോസും അക്കൗണ്ട് ചെയ്യാം. എന്നാൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഗെയിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ വരാൻ സാധ്യതയുള്ള എക്സ്പെൻസും കൂടി കൺസർവ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെ, ആൻറ്റിസിപ്പേറ്റ് ആയിട്ടുള്ള എക്സ്പെൻസിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. എന്നാൽ ഗെയിൻ അങ്ങനെ വേണ്ട, അങ്ങനെ ആവശ്യമില്ല. കിട്ടുമ്പോൾ മാത്രം ഗെയിൻ അല്ലെങ്കിൽ ഇൻകം കിട്ടുമ്പോൾ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കാൻ വേറൊരു പേരായിട്ട് പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്ന് വിളിക്കാം. സേഫായിട്ട് പ്ലേ ചെയ്യുക. അത് ഈ പറയുന്ന പോലെ ഒരു കൺവെൻഷൻ ഫോളോഡ് ബൈ ദ അക്കൗണ്ടൻസ് ഓർ അക്കൗണ്ടിങ് പ്രോസസ്സിലാണ്. അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല, കൊടുക്കണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, those expenses which are yet to be paid at the end of the accounting year. ഒരു വർഷ അവസാനം അതുവരെയും കൊടുത്തിട്ടില്ലാത്ത എക്സ്പെൻസുകളുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കാം. അങ്ങനെ കൊടുക്കാത്തവ, അതായത് കഴിഞ്ഞ വർഷം കൊടുക്കാത്തവ ഈ വർഷം കൊടുക്കണം. അതുകൊണ്ട് ഈ വർഷം അതിന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു എംപ്ലോയിക്ക് മാസം 1000 രൂപ ശമ്പളം കൊടുക്കണമെന്ന് ഒരു എക്സാമ്പിൾ എടുത്താൽ അയാൾക്ക് ഒരു വർഷം 12,000 രൂപ ശമ്പളമായിട്ട് കൊടുക്കണം. എന്നാൽ ആ വർഷം 11,000 രൂപയോ കൊടുത്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ 1000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ജേണൽ എൻട്രി, അതിൽ പറയുന്ന ജേണൽ എൻട്രി സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് എന്നാണ് 1000 രൂപ. അപ്പോൾ ഇത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം.
അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. നേരത്തെ ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞതുപോലെ തന്നെ പ്രീപെയ്ഡ് നേരത്തെ കൊടുത്തിട്ടുള്ള എക്സ്പെൻസുകൾ. അപ്പോൾ നേരത്തെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും, കാരണം കൊടുക്കേണ്ടതാണ്, കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട്. ഇവിടെ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ കൊടുത്തിട്ടുള്ളത്, അതായത് certain expenses which are related to the next year but have been paid during the current year in advance are called prepaid expenses. അടുത്ത വർഷത്തേക്കുള്ളത് ഈ വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, സാധാരണ ഈ ഇൻഷുറൻസ് പ്രീമിയം ഒരു 1200 റുപ്പീസ് നമ്മൾ ജൂലൈ 2016 കൊടുത്തു എന്ന് വെച്ചാൽ ആ വർഷമാണ് കൊടുത്തത്. ഈ ഇൻഷുറൻസൊക്കെ സാധാരണ പ്രീമിയം കൊടുക്കാറ് 1 ഇയറിലേക്കാണ്. അപ്പോൾ ആ 1 ഇയർ എന്ന് പറയുന്നത് ജൂലൈ 2016 ആണെങ്കിൽ ഒരു വർഷം അവസാനിക്കുന്നത് അടുത്ത വർഷം ജൂൺ 2017 അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് മാർച്ചിലാണെന്ന് വിചാരിച്ചാൽ ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറയുന്ന 3 മാസത്തെ ഈ പ്രീമിയം കൊടുത്ത എമൗണ്ട് നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 300 രൂപ നമുക്ക് പ്രീപെയ്ഡ്, ഈ പറയുന്ന എക്സാമ്പിൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാം. അങ്ങനെ വരുമ്പോൾ ജേർണൽ എൻട്രി പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റ ടു ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ടാണ് എന്നാണ്. അപ്പോൾ ഇത് നേരത്തെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്, ഇനി കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് ആ എമൗണ്ടിനെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഈ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന +1 +2കാർക്ക് ഡൗട്ട് വരേണ്ട ഒരു ഭാഗമാണിത്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല, കൊടുക്കണം, അതുകൊണ്ട് അത് ലയബിലിറ്റി. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇനി കൊടുക്കേണ്ടത് നേരത്തെ കൊടുത്തതാണ്, അത് അസറ്റായിട്ടും ട്രീറ്റ് ചെയ്യാം. അടുത്ത ടേം GAAP, ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ടേമാണ്. പിന്നെ IFRS, ഗ്യാപ്പ് മീൻസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഇത് ആ ജനറലി അക്സെപ്റ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ അക്കൗണ്ടിങ്ങിനെ എല്ലായിടത്തും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം എന്ന് പ്രതിപാദിക്കുന്ന ഒരു ടേമാണത്. ടു ബ്രിങ് ഹാർമണി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വേൾഡ് വൈഡ്, ദെൻ അവിടെ ദ നീഡ് ഫോർ അതുപോലെ ഡെവലപ്മെൻറ്റ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എല്ലായിടത്തും ഹാർമണി ഒരുപോലെ വരണം എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ഈ പറയുന്ന അക്കൗണ്ടിങ്ങിൽ ജനറലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ ഗ്യാപ്പ് അതാണ് IFRSലേക്ക് പോകുമ്പോൾ ഈ ഗ്യാപ്പ് റീപ്ലേസ്ഡ് ബൈ ഇൻ്റർനാഷണൽ ഫിനാൻസിങ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ IFRS. ഗ്യാപ്പ് പിന്നീട് IFRS ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ IFRS ഈസ് ഇഷ്യൂഡ് ബൈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് IASB. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 require financial statements to comply with all requirements of IFRS. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിലാണ് നമ്മളിപ്പോൾ അക്കൗണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സ് നടത്തുന്നത് ഈ പറയുന്ന ബോർഡിൻ്റെയും ഈ സ്റ്റാൻഡേർഡിൻ്റെയും ബേസിലാണ്. ഇപ്പോൾ ഗ്യാപ്പ് ആൻഡ് IFRS. ഇനി ഇക്വിറ്റി ഇൻ അക്കൗണ്ടിങ് ആണ്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇക്വിറ്റി ഈസ് ദ വാല്യൂ ഓഫ് ബിസിനസ്സസ് അസറ്റ്സ് മൈനസ് ഇറ്റ്സ് ലയബിലിറ്റീസ് എന്ന് പറയാം. നമ്മൾ ക്യാപിറ്റൽ കാണുമ്പോൾ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റലിനേക്കാളും കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ഒരു ടേമാണ്, അല്ലെങ്കിൽ ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ടേമാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത് എന്ന് പറയാം. ഷെയർ ഹോൾഡേഴ്സ്, ഈ ഷെയർ ഹോൾഡേഴ്സ് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇക്വിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കമ്പനി ഫോം ഓഫ് ബിസിനസ്സിലാണ്.
വേറൊരു തരത്തിൽ പറഞ്ഞിട്ട്, ഇൻ ദ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ദ ഓണർ ഓർ ദ ഷെയർ ഹോൾഡർ വുഡ് ഗെറ്റ് ബാക്ക് ഇഫ് ദ ബിസിനസ് പെയ്ഡ് ഓഫ് ഓൾ ഇറ്റ്സ് ഡെറ്റ്സ് ആൻഡ് ലിക്വിഡേറ്റഡ് ഓൾ ഇറ്റ്സ് അസറ്റ്സ്. അസറ്റ്സ് എല്ലാം ലിക്വിഡേറ്റ് ചെയ്തെടുത്തിട്ട് ലയബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർത്ത് ബാക്കി ഓണർക്ക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് ഇക്വിറ്റി എന്നുള്ള പദത്തിൽ ഉൾക്കൊള്ളിക്കാം. ഈ ഇക്വിറ്റി കണക്കാക്കാനായിട്ട് രണ്ട് മെത്തേഡുണ്ട്. ആദ്യത്തെ മെത്തേഡ് ബുക്ക് വാല്യൂ ആണ്. അത് നമുക്കറിയാം, ബുക്കിലുള്ള ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കമ്പനീസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അതാണ് ബുക്ക് വാല്യൂവിൽ കണക്കാക്കുക. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ എടുക്കുക. ദ കറണ്ട് ഷെയർ പ്രൈസസ് ആയിട്ട് നോക്കിയിട്ട് ഓഫ് എ കമ്പനി സ്റ്റോക്ക് ഓർ എ വാല്യൂ ഡിറ്റർമിൻഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സ്. അത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ നോക്കി അപ്പോൾ എത്രമാത്രം വാല്യൂ ഉണ്ട് എന്ന് നോക്കിയിട്ട് ഇക്വിറ്റി കണക്കാക്കുന്ന രീതിയാണ് മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഇക്വിറ്റി എന്ന് പറയുന്ന പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ക്യാപിറ്റലുമായിട്ട് അതിനെ തട്ടിച്ച് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി. നമ്മൾ സാധാരണ രണ്ട് ഡെബിറ്റോ ഒരു ക്രെഡിറ്റോ, അല്ലെങ്കിൽ തിരിച്ച് ഒരു ഡെബിറ്റോ രണ്ട് ക്രെഡിറ്റോ സാധാരണ ജേർണൽ എൻട്രിയിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് പറയും. അതായത് ജേർണൽ എൻട്രിയിൽ രണ്ടോ അതിലധികമോ അക്കൗണ്ട്സ് ഡെബിറ്റ് ചെയ്യുകയും ഒരു അക്കൗണ്ട് മാത്രം ക്രെഡിറ്റും ചെയ്താൽ ആ എൻട്രിയെ നമുക്ക് കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് വിളിക്കാം. നേരെ തിരിച്ച് ഒരു അക്കൗണ്ട് മാത്രം ഡെബിറ്റ് ചെയ്യുകയും ഒന്നിലധികം അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്താൽ അതും കോമ്പൗണ്ട് ജേർണൽ എൻട്രിയാണ്. ഒരു എക്സാമ്പിൾ വഴി ഇത് നോക്കാം. കോമ്പൗണ്ട് ജേർണൽ എൻട്രി അത് ഓൺ 1st April 2024 cash received from Gopal and Company is rupees 14,800 and discount allowed to them is rupees 200. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ജേർണൽ എൻട്രി വിൽ ബി cash account debtor 14,800. cash what comes in, cash റിയൽ അക്കൗണ്ട് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. പിന്നെ ഇവിടെ 15,000 രൂപയ്ക്ക് നേരത്തെ വിറ്റ സാധനമായിരിക്കാം. അതുകൊണ്ട് 200 രൂപ ഡിസ്കൗണ്ട് അലൗ ചെയ്തതുകൊണ്ട് ഡിസ്കൗണ്ട് നമുക്ക് ലോസാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഡിഡക്ഷനാണ്. അതുകൊണ്ട് ഡിസ്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തു. ഡിസ്കൗണ്ട്, കമ്മീഷൻ, സാലറി, റെൻറ്റ് ഇതെല്ലാം തന്നെ നോമിനൽ അക്കൗണ്ടിലാണ് വരുന്നത്. നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതെങ്കിൽ എക്സ്പെൻസസ് ഓർ ലോസസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ, അപ്പോൾ രണ്ട് ഡെബിറ്റ് വന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 14,800, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ 200, ടു ഗോപാൽ ആൻഡ് കമ്പനി 15,000. ഇതാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രിക്ക് ഒരു എക്സാമ്പിൾ വന്നത്. ക്യാഷ് റിസീവ്ഡ് ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് വേണം ഒരു നറേഷനായിട്ട് ഇതിൽ എഴുതേണ്ടത്. അടുത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞ് പോയിട്ടുള്ള പദങ്ങളാണ് ഡെബിറ്റ് ബാലൻസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ്. മിക്കവാറും സംശയം വരാൻ സാധ്യതയുള്ള രണ്ട് പദങ്ങളാണ്. ബാലൻസിങ് ആൻ അക്കൗണ്ട് മീൻസ് ദാറ്റ് the debit and credit sides are totaled and the difference between the two sides is inserted on the side which is shorter so as to make their totals equal. നമുക്കറിയാം അക്കൗണ്ട് ബാലൻസിങ്ങിലേക്ക് പോകുമ്പോൾ ലെഡ്ജറിലേക്ക് അക്കൗണ്ടുകൾ വരച്ച് പോസ്റ്റിംഗ് നടത്തി അത് ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും, അതായത് ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഈക്വൽ ആവണം. ഈക്വൽ ആയില്ലെങ്കിൽ ഏത് സൈഡിലാണോ കുറവ് അവിടെ നമ്മളൊരു ഫിഗർ എഴുതി രണ്ട് സൈഡും ടോട്ടൽ ചെയ്യും. ആ ഫിഗറിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ്. ഇഫ് ദ ഡെബിറ്റ് സൈഡ് എക്സീഡ്സ് ദ ക്രെഡിറ്റ് സൈഡ്, the balance is called the debit balance, and on the other hand if the credit side exceeds the debit side, the balance is called credit balance. ഒരിക്കലും പറയാം, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ ഡെബിറ്റ് ബാലൻസും, നേരെ തിരിച്ച്
ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ക്രെഡിറ്റ് ബാലൻസും ആണ് എന്ന് പറയാം. ഓരോരോ അക്കൗണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ ഈ ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസോ ആണോ എന്ന് നോക്കിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എപ്പോഴും കേൾക്കുന്ന ഒരു പദം തന്നെയാണ് ലെഡ്ജർ. ദ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് എ ക്ലാസിഫൈഡ് ആൻഡ് പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് ദ ലെഡ്ജർ. ഇതിനെ നമ്മൾ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്നും വിളിക്കാറുണ്ട് ലെഡ്ജറിനെ. പല പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോകളിലെല്ലാം പറഞ്ഞതാണ്. ഇനി അടുത്തത് അസറ്റ്സിൻ്റെ ഒരു ഫിക്റ്റീഷ്യസ് അസറ്റ്സ് അല്ലെങ്കിൽ നോർമൽ അസറ്റ്സ് എന്നൊരു അസറ്റ്സ് ഉണ്ട്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ഒരു അസറ്റാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കുകയില്ല. അതായത് there are certain assets which cannot be realized in cash or no further benefit can be derived from them. അങ്ങനെയാണെങ്കിൽ these assets are called fictitious assets. പെട്ടെന്ന് ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ അസറ്റിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചിലവായി പോയ പൈസ അസറ്റായിട്ട് കൺസിഡർ ചെയ്യണതാണ്. ഇതാണ് ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കാലങ്ങളായിട്ടേ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും ഇതിനെ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് വിളിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ലോസാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കണം. ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിലാണ് നെറ്റ് പ്രോഫിറ്റ്. തിരിച്ചാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവായതുകൊണ്ട് അവിടെ ലോസ് ആയിരിക്കും. അത് ഈ പറയുന്ന ഫിക്റ്റീഷ്യസ് അസറ്റിന് ഉദാഹരണമാണ്. അത് അസറ്റ് സൈഡിൽ എഴുതും നമ്മൾ. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, വലിയൊരു തുക അഡ്വർടൈസ്മെൻറ്റിന് ചിലവായെങ്കിൽ ഒരുപാട് വർഷമായിട്ട് ആ എക്സ്പെൻസ് നമ്മൾ എഴുതി കളയുമെന്ന് പറയും. സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എത്രയാണോ ഡെബിറ്റ് ചെയ്തത് ബാക്കി വരുന്ന എമൗണ്ട് അസറ്റായിട്ട് കാണിക്കും. അപ്പോൾ അത് ഫിക്റ്റീഷ്യസ് അസറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ദീസ് അസറ്റ്സ് ആർ നോട്ട് റിയലി അസറ്റ്സ് ബട്ട് ആർ ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് only for the purpose of transferring them to the profit and loss account gradually over a period of time. ഒരുപാട് സമയം കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ആയതുകൊണ്ട് താൽക്കാലികമായിട്ട് അസറ്റ് സൈഡിൽ എഴുതുന്ന എമൗണ്ട് എത്രയാണോ അതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് അല്ലെങ്കിൽ നോർമൽ അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് അവസാനം ആയിട്ട് രണ്ട് അസറ്റുകളുടെ പേര് പറഞ്ഞ് അവസാനിപ്പിക്കാം. ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. Those tangible assets are those which have a physical existence or which can be seen or felt, like plant and machinery, furniture, motor car, stock, cash, etc. ഇതെല്ലാം ടാഞ്ചിബിൾ ആണ്. നമുക്ക് കാണാനും തൊട്ട് മനസ്സിലാക്കാനും നമുക്ക് ഫീൽ ചെയ്യാനും പറ്റിയ എല്ലാ അസറ്റ്സും ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അപ്പോൾ തന്നെ ഇൻടാഞ്ചിബിൾ അറിയാം. വി കനോട്ട് സീ ഓർ ഫെൽറ്റ്. നമുക്ക് കാണാനും അറിയാനും കഴിയാത്ത ചില അസറ്റ്സ് കൂടെ ബിസിനസ്സിലുണ്ട്. അതിൻ്റെ പേരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് വിച്ച് ഡു നോട്ട് ഹാവ് എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓർ വിച്ച് കനോട്ട് ബി സീൻ ഓർ ഫെൽറ്റ്, സച്ച് ആസ് ഗുഡ്വിൽ, ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ് എക്സെട്ര. ഇങ്ങനെയുള്ള പറയുന്നതെല്ലാം ഈ പറയുന്ന അസറ്റ്സുകളും അക്കൗണ്ട് ചെയ്യും. പക്ഷേ അത് ഇൻടാഞ്ചിബിൾ അസറ്റ്സിലാണ് വരിക. ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പെട്ടെന്ന് ആളുകൾ വന്നാലും കാണിക്കാൻ പറ്റും. ഇൻടാഞ്ചിബിൾ ഇപ്പോൾ സാധാരണ ഈ ഗുഡ്വില്ലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത് പാർട്ട്ണർഷിപ്പിൽ അഡ്മിഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ്. ബിസിനസ് വീഡിയോസ് ഉണ്ടാവും. ഇപ്പോൾ പരീക്ഷ സമയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ടേംസൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ചില ടേംസ് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഉപയോഗിച്ചത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.